ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഏട്ടൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ റെഡി ആയിട്ട് ഏട്ടൻ ഷൂ ഒക്കെ ഇട്ട് റെഡിയായി. നമ്മൾ ബൈക്കിലാണ് പോകാൻ പോണത്. അപ്പോൾ പോണ വഴിക്ക് കാണാം ഗൈസ്. ഇന്ന് നമ്മൾ ബൈക്കിൽ പോകുന്ന തമിഴ്നാട്ടിലൊരു മറിഞ്ഞു കിടക്കുന്ന ചരിത്ര അത്ഭുതത്തിലേക്കാണ് കേട്ടോ. ദക്ഷിണേന്ത്യയുടെ ട്രോയ് എന്നറിയപ്പെടുന്ന ജിഞ്ചി ഫോർട്ട്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഉള്ളത് ചെന്നൈയിലാണ്. അപ്പം ചെന്നൈയിൽ നിന്ന് വളരെ അടുത്തായിട്ട് തന്നെ 2 മണിക്കൂറിൽ നമുക്ക് എത്താവുന്നതാണ് ജിഞ്ചി ഫോർട്ടിലേക്ക്. അപ്പോൾ ഹെൽമെറ്റ് ഓൺ, ക്യാമറ റെഡി, എൻജിൻ സ്റ്റാർട്ട്, ലെറ്റ്സ് റൈഡ്. ഈ റോഡ് കണ്ട ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും നല്ല ഗ്രാമീണമായ പ്രദേശവും. അപ്പോൾ ഇതൊക്കെ ബൈക്ക് റൈഡിനെ പറ്റിയ ഒരു അടിപൊളി വൈബ് തരുന്ന ഇടാണ് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ തന്നെ ട്രാഫിക് ഇല്ല, ഹോണില്ല, കാറ്റിൻ്റെ ശബ്ദം മാത്രം, എൻജിൻ്റെ ഹമ്മിങ്ങും. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെ ആയാൽ മനസ്സിന് ഭയങ്കര ഒരു തെറാപ്പി ആയിരിക്കും. അങ്ങനെ ദൂരെ നിങ്ങൾ കാണുന്നുണ്ടാ ആ കുന്നിൻ്റെ മുകളിൽ ഒരു ഭീമൻ കോട്ട. അതെ, അതാണ് ജിഞ്ചി ഫോർട്ട്. 3 വലിയ കുന്നുകൾ ചേർന്ന ഒരു സ്ട്രാറ്റജിക് കോട്ട. ഒരു കാലത്ത് രാജാക്കന്മാരും സൈന്യങ്ങളും ഇവിടെ ചരിത്രം എഴുതി. ബൈക്ക് പാർക്ക് ചെയ്ത് നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടേക്ക് കയറുമ്പോൾ ഓരോ കളിനും കഥ പറയാനുണ്ട്. കുതിരകൾ കയറിയ വഴികൾ, സൈനികർ കാവൽ നിന്ന മതിലുകൾ, വെള്ളം നിറച്ച കൽഭരണികൾ, കിണറുകൾ. ഇത്ര ഉയരത്തിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത ഒരു കോട്ട അന്നത്തെ എഞ്ചിനീയറിംഗ് ചിന്തിച്ചാൽ തന്നെ ഞെട്ടും. ഇന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ച ശരിക്കും വർത്താണ് ഈ കയറ്റം. ഈ മുകളിൽ നിന്നാൽ കാലം നിൽക്കുന്ന പോലെ തോന്നും. കാറ്റ് മുഖത്ത് തട്ടുന്നു, വിയർപ്പിൻ്റെ ഒക്കെ മറന്ന് സന്തോഷം. ബൈക്ക് റൈഡ്, ഹിസ്റ്ററി, നേച്ചർ 3 ഒരുമിച്ച് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ട്രാവൽ സ്പോട്ട്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരിക, അതായിരിക്കും ഭയങ്കര നല്ലത്. വെള്ളം നന്നായിട്ട് കരുതുക. പിന്നെ ട്രിപ്പ്, ഷൂസ് ധരിക്കുക. ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ ഫുൾ ചാർജിൽ വെച്ചോ. വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. പിന്നെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, അതുകൊണ്ട് തന്നെ ഫുൾ ചാർജ് ആയിട്ട് വരിക. ഭയങ്കര ടയർഡാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് പോയത്. കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ടയർഡായിട്ടിരുന്നു. ഭയങ്കര ടഫായിരുന്നു മല കയറാനായിട്ട്. മല കയറൽ മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 9-ാം നൂറ്റാണ്ടിൽ ചോളർ ആരംഭിച്ച കോട്ട പിന്നീട് വിജയനഗര സാമ്രാജ്യം അത് ശക്തിപ്പെടുത്താനുണ്ടായത്. നായകർ, മറാത്തർ, മുഗൾ, ഫ്രഞ്ച്, ബ്രിട്ടീഷ് അങ്ങനെ പലരുടെയും കൈകളിലൂടെ ഈ കടന്നു പോയിട്ടുണ്ട്. 3 കുന്നുകൾ ചേർന്നതാണ് ഈ കോട്ട. രാജഗിരി, കൃഷ്ണഗിരി, ചന്ദ്രയൻ ദുർഗ്. ബൈക്ക് പാർക്ക് ചെയ്ത് മേലോട്ട് കയറ്റം തുടങ്ങുമ്പോൾ വിയർപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. പക്ഷെ മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച അത് ഭയങ്കര അടിപൊളിയാണ്. ആർക്കും മറക്കാൻ പറ്റില്ല. കാറ്റ്, നിശബ്ദത, കല്ലുകളുടെ കഥകൾ, 100 കണക്കിന് വർഷം ചരിത്രം നമ്മളോട് മിണ്ടാതെ സംസാരിക്കുന്ന പോലെ തോന്നും. ജിഞ്ചി കോട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, അതൊരു അനുഭവം കൂടിയാണ്. ബൈക്ക് യാത്രയിൽ പോയാൽ അതൊരു പ്രത്യേക ഫീല് തന്നെയായിരിക്കും. കോട്ടയ്ക്കുള്ളിൽ ധാന്യശാലകൾ, രഹസ്യ തുരങ്കം, വെള്ളം സംഭരിക്കാൻ വലിയ കുളങ്ങൾ എല്ലാം തന്നെ യുദ്ധകാലം മുൻകൂട്ടി കണക്കിലാക്കിക്കൊണ്ട് പണിതാണ്. അതിനാൽ വലിയ സൈന്യം പോലും ജിഞ്ചിയെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയാതിരുന്നത്. താഴെ നീളമുള്ള ഭൂമി, മുകളിൽ വീശുന്ന കാറ്റ്, 100 കണക്കിന് വർഷങ്ങളെ ചരിത്രം നമ്മളോട് മിണ്ടാതെ സംസാരിക്കും. ഹലോ ഗൈസ്, ഞങ്ങൾ ഇത്രയും സ്റ്റെപ്പ് കയറി ഗൈസ്. തീരെ വയ്യ ഗൈസ്, ഇനിയുണ്ട് ഗൈസ്. അവിടം വരെ പോകണം ഗൈസ്. നമുക്ക് അവിടെ വരെ പോകണം. ടു ഹൊറിബിൾ ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് വന്നേ ഗൈസ്. അങ്കപ്പാറ് അവിടെ നിന്ന് വന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഈ സ്റ്റെപ്പൊക്കെ കയറി വന്നു. ഈ കിങ്ങാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കാന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശത്രുതകളൊക്കെ ഇങ്ങനത്തെ ക്യൂൻ താമസിക്കണ കൊട്ടാര അങ്ങേയറ്റത്ത് ഭാര്യദ്രോഹി കിങ്ങും ക്യൂനും എന്നൊക്കെ പറഞ്ഞ് കോട്ട ഉണ്ടാക്കി വെച്ചാണ്. എന്തിനാന്ന് മനസ്സിലാവണില്ല ഗൈസ്. പക്ഷെ ഭംഗിയൊക്കെ ഉണ്ട്. നടന്ന് വയ്യാണ്ടായി ഗൈസ്. കല്ലും കുന്നും മാത്രമല്ല കേട്ടോ ജിഞ്ചി ഫോർട്ടിലുള്ളത്. നിശബ്ദമായി നിലകൊള്ളുന്ന ഒരു ആത്മീയ ലോകമുണ്ട്. ഹൈക്കിങ്ങിൻ്റെ ക്ഷീണം കൂടുമ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടും. കുത്തനെ കയറുന്ന പാതകൾ പിന്നിട്ട് കോട്ടയ്ക്കുള്ളിൽ കടക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദം കുറയും. കാറ്റിൻ്റെ ശബ്ദം, ചില പക്ഷികളുടെ ചിറകടി, അതിനിടയിൽ ഒരു ചെറിയ പഴയ ക്ഷേത്രം നിശബ്ദമായി നിലകൊള്ളുന്നു. വലിയ ഗോപുരങ്ങളില്ല, ആഡംബരങ്ങളില്ല, പക്ഷേ സാധാരണമായൊരു ശാന്തത അവിടെ നമുക്ക് കാണാൻ കഴിയും.
ചരിത്രം കാണാനാണ് നമ്മൾ ജിഞ്ചി ഫോർട്ട് കയറുന്നെങ്കിലും പക്ഷേ ചിലപ്പോൾ ചരിത്രത്തിനൊപ്പം പ്രകൃതിയുടെ ചില സസ്പെൻസുകൾ നമുക്കവിടെ കാണാൻ പറ്റും. ജിഞ്ചിക്കോട്ട ഹൈക്കിംഗ് കല്ലും കുന്നും കാറ്റും മാത്രമൊന്നുമല്ല, ഇവിടുത്തെ ചില താമസക്കാർ കുരങ്ങന്മാരുമാണ്. കുന്നും കയറ്റത്തിൻ്റെ പകുതിയിലെത്തുമ്പോൾ പെട്ടെന്ന് മുന്നിൽ കുറച്ച് കുരങ്ങന്മാർ പാറക്കെട്ടുകളിൽ നിന്ന് നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്നത് പോലെ. ചിലത് വഴിയരികിലൂടെ കടന്നു പോകുന്നു, ചിലത് മുകളിലെ പടികളിൽ അധികാരം പ്രാപിക്കുന്ന പോലെ അവിടെ ഇരിക്കുന്നു. ആ നിമിഷം തന്നെ നിശബ്ദത കൂടുതൽ ഗാഢമാകുന്നു. ഒരു കുരങ്ങൻ വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് നോട്ടം നേരെ കണ്ണിലേക്കാണ്. ആക്രമണമില്ല, പക്ഷേ കൗതുകം നിറഞ്ഞൊരു നിരീക്ഷണം. നമ്മൾ നിൽക്കുന്നു, അവനും നിൽക്കുന്നു. നമ്മൾ വന്നിട്ടുണ്ട്. മലയല്ലായിരുന്നു, ഒരു വലിയൊരു എന്തായിരുന്നുടാ കുന്നു കുന്നു കുന്ന് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ചു. ഇനി വല്ല ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് റെസ്റ്റ് എടുക്കണം കേസ്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. അതിമനോഹരമായ യാത്രയും ഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ.